ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ കണ്ണൂരോളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ, അത് കണ്ണൂരുമായി ബന്ധപ്പെട്ട ആരും തന്നെ കേൾക്കാതിരിക്കാൻ സാധ്യതയില്ല. അവിടെയാണ് പ്രസിദ്ധമായ മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ണൂർ ജില്ലയിൽ നിന്നും 22 കിലോമീറ്റർ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രം. എല്ലാവർക്കും അറിയാം, മാടായിപ്പാറ ശാന്ത സുന്ദരമായ വളരെ കാം ആൻഡ് ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമാണ് മാടായിപ്പാറ. അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു നമ്മളെത്തിയത്. അത്രയും ആസ്വദിച്ച ഒരു മഴയും ഒരു ദിവസമായിരുന്നു അത്. നമുക്ക് പിന്നെ കടക്കാം. നമുക്കിപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാം. ഈ മാടായി വടുകുന്ത ശിവക്ഷേത്രം നിർമ്മിച്ചത് കോലത്തിരി രാജാക്കന്മാരാണെന്നാണ് കരുതപ്പെടുന്നത്. അതായത് കണ്ണൂർ ജില്ലയിലെ മാടായി എന്ന ഗ്രാമത്തിൽ മാടായി പാറ എന്ന പീഠഭൂമിക്ക് മുകളിലായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. മാടായി പാറയുടെ തെക്ക് വടക്ക് മൂലയിൽ സ്വയംഭൂവായി വന്ന ശിവലിംഗം കണ്ടിട്ടാണ് അവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ശ്രീ മഹാദേവൻ ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 150 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലങ്ങളും അവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ മാടായി. ഭഗവത് ചൈതന്യം തിരിച്ചറിഞ്ഞ കോലത്തിരി രാജാക്കന്മാർ വലിയൊരു ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയായിരുന്നു. വളരെയധികം ശില്പങ്ങൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും വളരെ മനോഹരമായിരുന്നു അത്ര ഈ ക്ഷേത്രം. പിന്നീട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും കുറേ കാലം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയും ചെയ്തു. അങ്ങനെ 1983 ഒരു കൂട്ടം സമീപവാസികളാണത്രേ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തത്. ആ സമയത്ത് മണ്ണിൽ പുതഞ്ഞു കിടന്ന നിലയിലെ കുറേ വിഗ്രഹങ്ങളൊക്കെ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് മാറി വന്ന ക്ഷേത്ര സമിതികളുടെ പ്രവർത്തനങ്ങളാൽ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനരുദ്ധീകരിക്കപ്പെട്ടു. ഏഴിമലയിൽ നിന്നും 4 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3.2 കിലോമീറ്റർ ദൂരമാണുള്ളത്. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൊഴാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് പോലും വെള്ളം കയറിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മാടായിപ്പാറയും പിന്നെ ഒരിക്കലും വറ്റാത്ത ജലാശയം ആറാട്ടുകുളം, അതുമൊക്കെയായി അനുഗ്രഹീതമായൊരു സ്ഥലമാണ് ഈ വടുകുന്ത ക്ഷേത്രത്തിന് പരിസരം, അതായത് മാടായിപ്പാറയിൽ നമ്മൾ മഴ ആസ്വദിച്ച് വെറുതെ കുറേ സമയം നടന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു മഴ കാണാനായിട്ട് വന്ന. അവിടുത്തെ മഴേൻ്റെ ഭംഗി, മാടായിപ്പാറയിലുള്ള ആ ഒരു ഭംഗി കാണാനായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരിക്കലും വറ്റാത്തൊരു ജലാശയമുണ്ട്. അതാണ് ആറാട്ടുകുളം എന്നറിയപ്പെടുന്നത്. കൊടിയ വേനലിൽ പോലും എല്ലായിടത്തും വെള്ളം വറ്റിയിരിക്കുന്ന സമയത്ത് പോലും നിറഞ്ഞിരിക്കുന്ന ഒരു ജലാശയമാണത്. അത് പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. ഈ തടാകത്തിലാണ് മാടായിക്കാവ് പൂര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൂരം കുളിയൊക്കെ നടക്കുന്നത്. പൂരോത്സവ നാളിലെ മാടായിക്കാവിൽ നിന്നും ദേവി എഴുന്നള്ളി ഈ വടുകുന്ത ക്ഷേത്രത്തിലെത്തി പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഈ തടാകത്തിലെത്തി ഇവിടുത്തെ ആറാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് തിരികെ പോകുന്നത്. ദാരിക നിഗ്രഹത്തിന് പോയ ദേവിയുടെ കോപം ശമിപ്പിക്കാനായി പ്രത്യക്ഷപ്പെട്ട ശിവഭഗവാൻ തൻ്റെ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കുളം എന്നാണ് വിശ്വാസം.
ആളുകളിങ്ങനെ മാടായിക്കാവിലെ ഭംഗിയാണ്. അങ്ങനെ എന്താ പറയുക, കണ്ണൂരിൻ്റെ ഒരു വശ്യ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാടായിപ്പാറ. അത് മഴയുടെ ഭംഗിയോടുകൂടി ആസ്വദിക്കാൻ നമുക്കന്ന് സാധിച്ചു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.